ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നേരത്തെ നിശ്ചയിച്ചതിനേക്കാളും ഒരൽപ്പം കൂടി നേരത്തെയാണ് നമ്മൾ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം ആരംഭിക്കുന്നത്. അൽഹംദുലില്ലാഹ്, ഈ ഒരു വേദിയിൽ വിസ്ഡം യൂത്ത് കേരള ടീച്ചേഴ്സ് കോൺഫറൻസ് ഫേസ് 3 നമ്മൾ തുടക്കം കുറിക്കുകയാണ്. കഴിഞ്ഞ 2 സമ്മേളനങ്ങളിൽ നിന്നും പങ്കെടുത്ത അധ്യാപകർ നൽകിയ നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ, ഇതുപോലെയുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യം അവയെല്ലാം ബോധ്യപ്പെടുത്തിയപ്പോൾ വിസ്ഡം യൂത്തിനും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനും ഇതുപോലെയുള്ള പ്രോഗ്രാമുകൾ പങ്കെടുക്കാനും സംഘടിപ്പിക്കാനും ഊർജം നൽകുന്നതാണ്. അതെ, നാം ഇന്ന് ഒത്തൊരുമിച്ചിരിക്കുന്നത് ഒരു പുതിയ 3ാമത്തെ അധ്യാപക സംഗമത്തിലേക്കാണ്. എല്ലാവരെയും വളരെ ഹൃദ്യമായി ഇത് ശ്രദ്ധിക്കുന്നതിനു വേണ്ടി ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം, അധ്യാപനം എന്നത് നാം ഏവരും മഹത്തായി നിർവഹിക്കുന്ന ഒരു കർമ്മമാണ്. പ്രിയ സുഹൃത്തുക്കളെ, ആമുഖ സംസാരത്തിൽ ഷമീർ സലാഹി സൂചിപ്പിച്ചതുപോലെ തന്നെ അധ്യാപനം എന്നത് ഒരു കേവലം ജോലിയല്ലല്ലോ, നേരെ മറിച്ച് വളരെ ആസ്വാദനത്തോടു കൂടി ചെയ്തു തീർക്കേണ്ട മഹത്തായ ഒരു കർമ്മമാണ് അധ്യാപനം എന്നുള്ളത്. തലമുറകൾക്ക് വിജ്ഞാനം പകർന്നു നൽകുക എന്നുള്ള ആ വിശുദ്ധമായ കർമ്മം അവരെ ജീവിതത്തിൻ്റെ വിജയത്തിലേക്ക് കൈപ്പിടിച്ചുയർത്തുക എന്നുള്ള മഹത്തായ ദൗത്യമാണ് ഓരോ അധ്യാപകനും നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് നൽകുന്ന ആ മഹത്തായ കർമ്മമാണ് അധ്യാപനം. ആ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിച്ച ആളുകളും അതോടൊപ്പം തന്നെ ആ ഉത്തരവാദിത്തം വളരെ മനോഹരമായി തന്നെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ആ മേഖലയിൽ പ്രശോഭിച്ചു നിൽക്കുന്ന കുറച്ച് അധ്യാപകരുമാണ് ഇന്ന് നമ്മോടൊപ്പം ഈ സ്റ്റേജിലുള്ളത്. അവരുടെ അനുഭവങ്ങൾ കേട്ടുകൊണ്ട് തുടങ്ങുക എന്നുള്ളതാണ് ഈ ഒരു സെക്ഷൻ ലക്ഷ്യമാക്കുന്നത്. അനുഭവങ്ങളാണ് പലപ്പോഴും നമുക്ക് എല്ലാവർക്കും നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണങ്ങളിൽ ഊർജ്ജമേകാറുള്ളത്. ആ അനുഭവങ്ങളുമായാണ് ഈ ഒരു പ്രോഗ്രാം നിങ്ങളുടെ മുമ്പിൽ നമ്മൾ സമർപ്പിക്കുന്നത്. ബഹുമാന്യനായ PN സർ, അദ്ദേഹം നമ്മോടൊപ്പമുണ്ട്. കോളേജ് അധ്യാപകനായി സേവനം ആരംഭിക്കുകയും അതുപോലെ തന്നെ പ്രിൻസിപ്പലായി ഔദ്യോഗികമായി സേവനത്തിൽ നിന്ന് വിരമിക്കുകയും ഒരു മികച്ച കെമിസ്ട്രി അധ്യാപകനായിട്ടും ഒരു നല്ല പ്രിൻസിപ്പളായിട്ടും സേവനമനുഷ്ഠിക്കാൻ അള്ളാഹു അദ്ദേഹത്തിന് തൗഫീക്ക് നൽകിയിട്ടുണ്ട്. ഔദ്യോഗിക ജീവിതത്തിന് ശേഷം ഒരുപാട് വിദ്യാലയങ്ങളുടെ അഡ്മിനായും അതുപോലെ തന്നെ PRO ബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിച്ചു ഒരുപാട് വിദ്യാലയങ്ങളെ ഉയരങ്ങളിലേക്ക് പിടിച്ചുയർത്താനും വളർത്തിക്കൊണ്ടുവരുവാനും അള്ളാഹു തൗഫീക്ക് നൽകിയ മാന്യ വ്യക്തി PN സാറിന്റെ അനുഭവങ്ങളിലൂടെ നമുക്ക് ഈ ഒരു പ്രോഗ്രാം ആരംഭിക്കാം. സർ, ഒരു കോളേജ് അധ്യാപകനായിട്ടാണ് നിങ്ങളുടെ ജോലിയിലേക്ക് പ്രവേശിച്ചത് നമുക്കറിയാം. എൻ്റെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയ ഒരു വ്യക്തി കൂടിയാണ് താങ്കൾ. അള്ളാഹു നിങ്ങൾക്ക് അതിനുള്ള പ്രതിഫലം നൽകട്ടെ എന്ന് ഈ ഒരു വേദിയിൽ വെച്ച് പ്രാർത്ഥിക്കുകയാണ്. താങ്കളുടെ ആ ഒരു കോളേജ് അധ്യാപകനായി സേവനം ആരംഭിച്ച ഒരു കാലവും അന്നത്തെ കോളേജിന്റെ ഒരു അനുഭവവും വളരെ ബ്രീഫായിട്ടൊന്ന് പങ്കുവെക്കുകയാണെങ്കിൽ അത് ഏറ്റവും ഉപകരിക്കുമെന്ന് തോന്നുന്നു. ആദരണീയായ അധ്യാപകർ, സഹോദരന്മാരെ, സഹോദരികളെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. വിസ്ഡം യൂത്തിൻ്റെ കീഴിൽ നർച്ചറിങ് ഹ്യൂമാനിറ്റി എന്ന ഒരു കാപ്റ്റിവേറ്റിംഗ് ക്യാപ്ഷൻ്റെ കീഴിൽ നടത്തുന്ന ടീച്ചേഴ്സ് കോൺഫറൻസിൻ്റെ 3ാം പതിപ്പിലാണ് നാം. വളരെ ചാരിതാർത്ഥത്തോടെയാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. സമയം വളരെ കുറവാണ്, ദീർഘിപ്പിച്ചില്ല. ഒരു പഴയ തലമുറയിലെ അധ്യാപകൻ എന്ന നിലക്കാണ് ഞാൻ നിങ്ങളെ അഭിമുഖീകരിക്കുന്നത്. എൻ്റെ ആൽബം ഏതാനും മിനിറ്റുകൾ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് പങ്കുവെക്കാം. ഒരു മുഴുദിന പരിപാടിയുടെ ഈ ആദ്യത്തെ സെഷൻ ഒരു വെൽക്കം ഡ്രിങ്ക് റിസൈപ്പായിട്ട് മാത്രം കേൾക്കാൻ മതി. കാരണം സാരവത്തായ ക്ലാസ്സുകൾ നമ്മെ കാത്തിരിക്കുന്നുണ്ട്. എല്ലാവരും നല്ല രൂപത്തിൽ പങ്കെടുക്കും. അധ്യാപനം എന്ന് പറയുന്ന ഒരു പഠനം കൂടിയാണ്. ഒരു അധ്യാപകൻ ഒരു വിദ്യാർത്ഥിയാണ്. അതുകൊണ്ട് നമ്മുടെ ഈ ആദ്യത്തെ ക്യാപ്ഷൻ മാറുന്ന ക്ലാസ് റൂം ചിന്തകൾ എന്നിവയിൽ പങ്കുവെക്കുമ്പോൾ എൻ്റെ ചെറിയ അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ്. ഞാൻ പീഡികയിൽ വേർപ്പെടുത്താത്ത ഒരു കോളേജിൽ അധ്യാപകനാണ് എൻ്റെ ജോലി ആരംഭിക്കുന്നത്. 1973 തിരൂരങ്ങാടി PSMA കോളേജിൽ
ഒരു ആഗസ്റ്റ് മാസത്തിലാണ് കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ ജൂനിയർ അധ്യാപകനായി ചേരുന്നത്. ശമ്പളം ഇന്നും 188 രൂപ. ഇന്നത്തെ ആ തസ്തിക അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്, ഏകദേശം 70,000 രൂപ കിട്ടും. പോട്ട് അതിലേക്ക് പോകുന്നത്. തിരുവങ്ങാടി എത്തിങ്ങാനും കോളേജ് ഓർക്കുമ്പോൾ മർഹൂം പണ്ഡിതവര്യൻ KM മൗലവിയുടെ നവോത്ഥാന പാത പിന്തുടർന്നുകൊണ്ട് മർഹൂം MK ഹാജി സാഹിബിൻ്റെ നേതൃത്വത്തിൽ തുടങ്ങിയ 1968 കോളേജാണത്. ഞാൻ ചേരുമ്പോൾ കോളേജിൻ്റെ പ്രാരംഭങ്ങൾ ലഭിച്ചിട്ടില്ല. വളരെ ശക്തനായ പ്രിൻസിപ്പൽ പ്രൊഫസർ മർഹൂം കാമൂടി സാഹിബായിരുന്നു പ്രിൻസിപ്പൽ. ഞാൻ ക്ലാസ് റൂമിലേക്ക് വരാം. അത് ഇന്നത്തെ ഹയർ സെക്കൻഡറി ആണ്, അന്നത്തെ പ്രീ ഡിഗ്രി. ഒരു ക്ലാസ്സിൽ 80 കുട്ടികൾ. ഒരു എന്ന് പറയട്ടെ, വ്യത്യാസം എന്ന് പറയട്ടെ, ഞാൻ പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ വെറും 6 പെൺകുട്ടികൾ. ഇന്ന് നേരെ മറിച്ചാണ് ഹയർ സെക്കൻഡറിയിൽ. ഇന്ന് 60 കുട്ടികളുണ്ടെങ്കിൽ തന്നെ പെൺകുട്ടികളെ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ ടീച്ചിങ് ടൂൾസ്, നമ്മൾ പറയുന്ന ബ്ലാക്ക് ബോർഡും ചോക്കും, ചാക്ക് ആൻഡ് ടാക്ക് എന്ന് പറയാറുണ്ട്. പിന്നെ കുറച്ച് ടെക്സ്റ്റ് ബുക്കുകളും, അതുപോലെ തന്നെ കുട്ടികൾക്ക് നോട്ട്സ് കൊടുക്കണം. ഈ ഒരു മെറ്റീരിയൽസ് വെച്ചുകൊണ്ട് ഈ ഇലക്ട്രോണിക് ഐസും ഒന്നുമില്ല. ഇപ്പോൾ നമ്മളെ ഡിജിറ്റൽ ക്ലാസ് റൂം ഒന്നും പരിഗണില്ല. ഏറി വന്നാൽ ഡിഗ്രി ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു OHP ഉണ്ടായിരിക്കും. എന്നിരുന്നാലും അന്നത്തെ ഒരു അന്തരീക്ഷം എന്നാൽ കുട്ടികൾ പഠിക്കാൻ വളരെ താല്പര്യരായിരുന്നു. അധ്യാപകർ പറയുന്ന പഠിപ്പിക്കുന്ന കാര്യം യഥാസമയം പ്രവർത്തിക്കുകയും ഒരു മത്സര ബുദ്ധിയോടെ തന്നെ കുട്ടികൾ അന്ന് പഠിച്ചിരുന്നു. അധ്യാപകർ കൊടുക്കുന്ന നോട്ട്സും നിർദ്ദേശങ്ങളും മാത്രമാണ് അവരുടെ ഒരു മെറ്റീരിയൽസായി കിട്ടുന്നത്. അന്ന് സ്കൂൾ കുട്ടികൾ നടന്നും, പ്രാദേശികമായ കുട്ടികൾ നടന്നും, അന്നത്തെ ലൈൻ ബസ്സുകളും കോളേജ് ബസ്സുകളൊന്നുമില്ല. അങ്ങനെ വരുന്ന കുട്ടികളായിരുന്നു. ധാരാളം കുട്ടികൾ നടന്നു വരുന്നു. അതുകൊണ്ട് ഓർഫനേജ് കുട്ടികളുണ്ട്, സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾ. ഇന്നത്തെ ക്യാമ്പസിനായിരിക്കാം ബൈക്ക് നിർത്താൻ അല്ലെങ്കിൽ ബൈക്ക് നിർത്താൻ ഒരു ക്യാമ്പസിന് പുറത്ത് സ്ഥലമില്ല. നല്ല തന്നെ നമ്മളതിനെ നിരാകരിക്കുന്നില്ല മോഡേൺ അപ്ഡേഷൻ വരുമ്പോൾ. അതുകൊണ്ട് തന്നെ അന്നത്തെ അന്തരീക്ഷം വളരെ പ്രയാസം എന്ന് തന്നെ പറയാം. ഇങ്ങനെ നടത്തുന്ന കോളേജിൻ്റെ ഭൗതികസം ഒരുക്കുന്ന പ്രയാസം അറിയാം. എന്നാലും ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യം, അന്ന് അധ്യാപക വിദ്യാർത്ഥി ബന്ധങ്ങളായിരുന്നു. വാസ്തവത്തിൽ കെമിസ്ട്രി അധ്യാപകൻ എന്ന നിലക്ക് പ്രാക്ടിക്കൽസും ലാബൊക്കെ അപ്പം അതാണല്ലോ ഇപ്പം ആക്ടിവിറ്റി നിലവന്ന ഒരു ആക്ടിവിറ്റി മെത്തേഡ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. കെമിസ്ട്രി ലാബ് വരുമ്പോൾ കുട്ടികളെ തൊട്ടറിഞ്ഞും കണ്ടറിഞ്ഞും അതുപോലെ തന്നെ അവർക്ക് പ്രായോഗിക പരീക്ഷ കൊടുക്കുന്നതിൽ ഞങ്ങൾക്ക് ഒരു ഏറെ ഇതുണ്ടായിരുന്നു. ഇന്നത്തെ പോലെ അന്ന് മെഡിക്കലും എഞ്ചിനീയറിംഗിന് വേണ്ടി എൻട്രൻസ് ടെസ്റ്റുകളൊന്നുമില്ല. കിട്ടുന്ന മാർക്ക് എത്രയും നോക്കി ഏറ്റവും മാറുന്ന മാർക്കുകൾക്ക് അവർക്ക് അതിന് അഡ്മിഷൻ കിട്ടും. അതുകൊണ്ട് തന്നെ അധ്യാപകരും വിദ്യാർത്ഥി നന്നായി ശ്രമിക്കുകയും വളരെ നല്ല റിസൾട്ടുകൾ ഉണ്ടാകുകയും ചെയ്യാൻ അന്ന് കഴിഞ്ഞിരുന്നു. തുറന്നുണ്ടായിരുന്ന, ഞാൻ സമയം ഭയക്കുന്നു, തുറന്നുകൊണ്ടുള്ള ഒരു അനുഭവത്തിൽ നാം പറയുകയാണെങ്കിൽ അന്നുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ പിൽക്കാലത്ത് കോളേജിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികൾ വരും. പൂർവ്വ വിദ്യാർത്ഥികൾ സംഘങ്ങൾ പ്രത്യേകിച്ച് പെരുങ്ങാടി കോളേജിൽ വളരെ നന്നായി നടത്തുകയും ചെയ്യപ്പെടാറുണ്ട്. അതിൽ നമുക്ക് ഇന്നത്തെ ഒരു മുഖ്യാതിഥിയായ ശംസുദ്ദീൻ, KT ജലീൽ, MC കാപ്പൻ, TV ഇബ്രാഹിം ഒക്കെ രാഷ്ട്രീയക്കാരെന്ന് വിചാരിക്കാം. അന്നത്തെ VC കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി VC ആയിരുന്ന ഡോക്ടർ മുഹമ്മദ് ബഷീർ, ഇപ്പോഴത്തെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ എന്ന സക്കീർ ഹുസൈൻ, അങ്ങനെ പോകുന്ന ആ പട്ടിക ഒരുപാട് കാര്യങ്ങൾ ധാരാളമായിട്ടായിരുന്നു. ആ പൂർവ്വ വിദ്യാർത്ഥികളാണ് വാസ്തവത്തിൽ നമ്മളെ അസറ്റ്. നമ്മളുണ്ടാക്കുന്ന പ്രോഡക്റ്റ് എന്താണ്, നമ്മൾ വിദ്യാർത്ഥി, അതാണ് നമ്മളെ അസറ്റ്. അതുകൊണ്ട് തന്നെ നല്ലൊരു ബന്ധമുണ്ടായിരുന്നു. സമയം അനുവദിക്കുമെങ്കിൽ ഞാൻ പറയാം ഒരു അനുഭവം. പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ അധ്യാപിക ആദരിക്കുന്ന ചടങ്ങിൽ ഒരു 74-76 ബാച്ച് ഞങ്ങൾ ആയിരിക്കാന്ന് വെച്ചാൽ ഒരു പൊന്നാട് അടിയിക്കലാണ് പരിപാടി. അദ്ദേഹം സ്റ്റേജിൽ വന്ന് എന്നെ ആദരിക്കേണ്ട വ്യക്തി അദ്ദേഹമായിരുന്നു. അദ്ദേഹം എൻ്റെ കാൽ തൊട്ട് വന്നിക്കുന്ന ഒരു ശ്രമമുണ്ടായി. അവർ നോൺ മുസ്ലിമാണ്. ഞാൻ അത്ഭുതപ്പെട്ടു. ഞാൻ തോൾ തട്ടി പറഞ്ഞു, അത് വേണ്ട, നന്നായിട്ട് പൊന്നാട് അണിയിച്ചു. അപ്പോൾ സാറ് പോലീസ് കമ്മീഷണറായിരുന്നു, കൊച്ചിൻ പോലീസ് കമ്മീഷണറായിരുന്നു, ഹിന്ദു ഫാമിലിപ്പെട്ടാണ്. ഞാൻ പറഞ്ഞു, സാർ ഞാൻ നിങ്ങളുടെ ഭാര്യയുടെ കൂടെ പഠിച്ച ആളാണ്, സെക്കൻഡ് ഗ്രൂപ്പിൽ 74-76, അതുകൊണ്ട് തന്നെ ക്ലൈമാക്സേ മാറി. അത് നല്ല അനുഭവമായിരുന്നു. ഇത്രയും അനുഭവങ്ങൾ പങ്കിട്ടുകൊണ്ട് എൻ്റെ സമയദൈർഘ്യം കുറവുകൊണ്ട് ഞാൻ രണ്ടാം ഘട്ടത്തിലേക്ക് പോകുന്ന തുറന്ന് ഞാൻ 1996 പ്രിൻസിപ്പളായി യൂണിറ്റി മെൻസ് കോളേജുകയും പിന്നെ ഇവിടെ ആങ്കർ സൂചിപ്പിച്ച ധാരാളം ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങുകയും വർത്തിക്കുകയും ചെയ്ത ഒരു അനുഭവം എനിക്കുണ്ട്.
ഇന്നത്തെ കാലഘട്ടത്തെപ്പറ്റി ഞാൻ പറയുന്നില്ല, കാരണം അവസരം അത് വേറെ സെഷനിൽ വരുന്നുണ്ട്. എനിക്ക് എൻ്റെ അധ്യാപകരോട് പറയാനുള്ളത്, നല്ല അനുഭവങ്ങളാണ് നമ്മൾ പങ്കുവെക്കുന്നത്. നമ്മൾ പിന്തിരിഞ്ഞോടുന്നുള്ള ഇന്നത്തെ സാഹചര്യം പറയുന്നുണ്ട്, നമ്മൾ മാറുകയല്ല, നമ്മൾ മാറ്റുകയാണ് വേണ്ടത്. സ്വാഭാവികമായിട്ടും അതിൻ്റെ ആർജം നമുക്ക് ലഭിക്കണം. പ്രത്യേകിച്ചും ഈ ഒരു സെഷൻ, ഈ ഒരു ഇന്നത്തെ മുഴുവൻ പണി അതിൻ്റെ ദിശാബോധം നൽകുമോ എന്നാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഞാൻ നീട്ടിപ്പറ്റി പറയാനുള്ള സമയദൗർലഭ്യം കൂടി തന്നെ ഞാൻ ചുരുക്കുകയാണ്. എൻ്റെ അധ്യാപകരെ ഓർത്തുകൊണ്ട്, എൻ്റെ പഴയകാല അധ്യാപകരെയും വിദ്യാർത്ഥിയും ഓർത്തുകൊണ്ട്, അവർക്ക് പ്രാർത്ഥിച്ചുകൊണ്ട്, ഇന്നത്തെ ഈ സെപ്റ്റംബർ 29 ഒരു മിനി സെപ്റ്റംബർ 5 എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഒരൊറ്റ വാക്കുകൂടി നമ്മൾക്ക് കുട്ടികൾക്ക് നൽകാനുള്ളത്, മറ്റ് പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഗീവ് ദം റൂട്ട്സ് ആൻഡ് വിങ്സ്. ശക്തമായി സമൂഹത്തിൽ പിടിച്ചു നിൽക്കാനും കഴിവുകൾ നേടി ആകാശത്ത് പറക്കുവാനുമുള്ള ഒരു സാഹചര്യം നമ്മൾ ഒരുക്കുക. നമ്മളാണ് അതിൻ്റെ കാരണക്കാരാവണം. താങ്ക് യു. അസ്സലാമു അലൈക്കും. ജസാക്കല്ലാഹ് ഖൈറൻ. PN സാറ് ജോലിയിൽ പ്രവേശിച്ച ഒരു കാലഘട്ടത്തിലെ സാലറി നമ്മളെല്ലാവരെയും ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. 183 രൂപയാണ് ഒരു അധ്യാപകന് കിട്ടുന്ന അന്നത്തെ ശമ്പളം എന്നത്. ഏതായിരുന്നാലും പഴയകാല ഒരുപാട് ഓർമ്മകൾ, ഒരുപാട് പൂർവ്വ വിദ്യാർത്ഥികളെ പ്രദാനം ചെയ്യാനും വിവിധ മേഖലകളിലുള്ള ആളുകളെ വളർത്തിയെടുക്കാനും അദ്ദേഹത്തിന് സാധിച്ചു. ഇനിയും ഒരുപാട് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പഴയകാല അനുഭവങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. പഴയകാല കോളേജ് അനുഭവങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഇന്നിൻ്റെ ക്യാമ്പസുകൾ. ആ അനുഭവങ്ങൾ നമ്മോട് പങ്കുവെക്കുന്നത് കുനിയിൽ AIA കോളേജ് അധ്യാപകനും IQAC കോർഡിനേറ്ററുമായ ഡോക്ടർ മുഹമ്മദ് ഫവാസ് സാറാണ്. സർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആമുഖങ്ങളൊന്നുമില്ലാതെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഇവിടെ അബ്ദുറഹ്മാൻ സാറ് സൂചിപ്പിച്ച പോലെ പഴയ കാലത്തെ കലാലയങ്ങളിലെ അതുപോലെ തന്നെ കോളേജുകളിലെ അവസ്ഥ തികച്ചും മാറിയൊരു സാഹചര്യത്തിലാണ് നമ്മളിന്നുള്ളത്. അത് പ്രാഥമിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുതൽക്ക് ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ വരെ എല്ലാ നിലക്കുമുള്ള മാറ്റം അധ്യാപകരുടെ റോളിലാണെങ്കിലും അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ പഠന രീതിയിലാണെങ്കിലും അവരുടെ സമീപനത്തിലാണെങ്കിലും എല്ലാത്തിലും ഒരു മാറ്റം, രാവും പകലും പോലെയുള്ള ആ ഒരു മാറ്റം നമുക്ക് കാണാൻ കഴിയും. പണ്ട് കാലത്ത് അധ്യാപനം എന്നുള്ളത് ഒരു ടീച്ചർ സെൻട്രിക് ആയിരുന്നു, അധ്യാപകനെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു. ഇന്ന് അധ്യാപനം എന്നുള്ളത് വിദ്യാർത്ഥിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു സ്റ്റുഡൻറ് സെൻട്രിക് ആയിക്കൊണ്ട് മാറിയിരിക്കുകയാണ്. ഇന്ന് പഠനം കൂടുതൽ ഒരു ലെക്ചർ മെത്തേഡിൽ, ഒരു ക്ലാസ് റൂം വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം നൽകാതെ വിദ്യാർത്ഥികൾ കൂടുതൽ താല്പര്യപ്പെടുന്നത് അനുഭവങ്ങളിലൂടെ പഠിക്കാനാണ്, എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിലൂടെ പഠിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ അവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് പാർട്ടിസിപ്പേറ്റീവ് ലേണിങ്ങിലാണ് അവർ കൂടുതലായിക്കൊണ്ട് താല്പര്യപ്പെടുന്നതും. അതിനെയാണ് ഇന്നത്തെ ഏറ്റവും ഉയർന്ന വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ ഗുണനിലവാരം പരിശോധിക്കുന്ന സമിതികളൊക്കെ അവരുടെ പ്രധാനപ്പെട്ട മാനദണ്ഡമായി നിശ്ചയിക്കുന്നതും ഇത്തരത്തിൽ സ്റ്റുഡൻറ് സെൻട്രിക് ആയിട്ടുള്ള വിദ്യാർത്ഥി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പഠന രീതികൾ എത്രത്തോളം സംഘടിപ്പിക്കുന്നുണ്ട്, നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. ആ നിലയ്ക്ക് വിദ്യാർത്ഥികളുടെ പഠനത്തോടുള്ള അതല്ലെങ്കിൽ ടീച്ചിങ് അതുപോലെ തന്നെ ക്ലാസ് റൂമിലെ പങ്കാളിത്തവുമൊക്കെ ആ ഒരു സങ്കല്പം തികച്ചും മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ആദ്യമായിട്ട് ആ വിഷയത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. അതുപോലെ തന്നെ ഹയർ എഡ്യൂക്കേഷൻ രംഗത്തേക്ക് വരികയാണെങ്കിൽ ഇന്ന് 4 ഇയർ UG നടപ്പിലാക്കിയിട്ടുള്ളൊരു സമയത്താണുള്ളത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പണ്ട് കാലത്ത് അധ്യാപകർ ഒരു സ്പൂൺ ഫീഡിങ്ങിലേക്ക്, നമ്മളൊക്കെ എന്താണോ പഠിപ്പിക്കുന്നത് അതിങ്ങനെ കൃത്യമായി കൊണ്ട് അക്ഷരം വിടാതെ പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് ഹയർ എഡ്യൂക്കേഷനൊക്കെ ഒരു സെൽഫ് ലേണിങ്ങിൻ്റെ, സ്വന്തം പഠിക്കുക, അതുപോലെ തന്നെ അധ്യാപകർ ഒരു ഇൻസ്ട്രക്ടറെ പോലെ, അധ്യാപകർ ഒരു മെൻറ്ററെ പോലെ ഒരു ഗൈഡായിട്ട് മാത്രം നിൽക്കുന്ന ഒരു അവസ്ഥയാണെന്ന് പുതുതായി ഏറ്റവും പുതിയ ഈ ഒരു എഡ്യൂക്കേഷൻ മെത്തേഡിൽ കൂടുതലായി പ്രോത്സാഹിപ്പിക്കുന്നതും. അതുമാത്രവുമല്ല വിദ്യാർത്ഥികൾക്ക് ആ നിലക്ക് ഒരു വിഷയത്തിൽ നിന്ന് മറ്റൊരു വിഷയത്തിലേക്ക് പോകാനൊക്കെയുള്ള ഫ്ലെക്സിബിലിറ്റിയും ഇന്ന്
ഈ പുതിയ സംവിധാനങ്ങൾ, പുതിയ എഡ്യൂക്കേഷൻ സിസ്റ്റം നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അതിനേക്കാൾ ഉപരി ഇന്ന് അധ്യാപകർ പണ്ട് കാലത്ത് കേവലം ടീച്ചർ എന്നുള്ള ഒരു റോളിൽ, ഒരു അധ്യാപകൻ നിർവഹിക്കുന്ന ഒരു റോളിൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് അധ്യാപനം എന്നുള്ളത് മെൻറ്റർഷിപ്പിലേക്ക് മാറി. എല്ലാ നിലക്കും കുട്ടികളെ മെൻറ്റർ ചെയ്യുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം, അത് പഠിപ്പിക്കൽ മാത്രമല്ല, മറിച്ച് അവരുടെ വ്യക്തി ജീവിതത്തിലും അതുപോലെ തന്നെ സാമൂഹിക ജീവിതത്തിലും അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിലും അവരുടെ കരിയർ നിർണ്ണയിക്കുന്നതിലുമൊക്കെ വലിയ റോൾ വഹിക്കാനും ഉടനീളം അവരെ സപ്പോർട്ട് ചെയ്യാനും മെൻറ്റർ ചെയ്യാനുമുള്ള ഒരു റോള് ഇന്ന് അധ്യാപകർക്കുണ്ട് എന്നുള്ളതാണ് പുതിയ കാലത്തുള്ള മറ്റൊരു മാറ്റം. അങ്ങനെ ഒരുപാട് ഇന്ന് പഠന രീതിയിൽ പ്രധാനമായി പറയുകയാണെന്നുണ്ടെങ്കിൽ പണ്ട് കാലത്തൊക്കെ നോളജ് ഇമ്പാർട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഇന്ന് നോളജ് ഇമ്പാർട്ട് ചെയ്യുന്നതിന് പകരം നോളജിനോടൊപ്പം തന്നെ കുട്ടികൾക്ക് വേണ്ടതും അതുപോലെ തന്നെ പുതിയ തലമുറക്ക് വേണ്ടതും സ്കില്ലാണ്, നൈപുണ്യമാണ്. അവർക്ക് സോഫ്റ്റ് ഹാർഡ് സ്കില്ല് നേടിയെടുക്കുക എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാറി. അതിനുള്ള പരിശീലനം കൂടി ഇന്ന് സ്ഥാപനങ്ങളും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ജസാക്കല്ലാഹ് ഖൈറൻ. അടുത്തതായി നമ്മോട് പങ്കുചേരുന്നത് AI-യുടെയും നാനോ ടെക്നോളജിയുടെയും ഇൻഫർമേഷൻ ടെക്നോളജിയുടെയും ഏറ്റവും ഉത്തുംഗതിയിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ വളരെയധികം ഉയർച്ച നേടിയ ഒരു കാലഘട്ടത്തിലാണ് അധ്യാപകരായ നമ്മൾ വിദ്യാലയങ്ങളിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ഒരു മേഖലയിൽ, AI-യുടെയൊക്കെ മേഖലയിൽ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ട്രെയിൻ ചെയ്യുകയും അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും എങ്ങനെ ഒരു നല്ല ഈ ഒരു മേഖലയിൽ അധ്യാപകനായി തീരാമെന്ന ഒരു അനുഭവമായിട്ടാണ് ബഹുമാന്യനായ സഫീർ മുഹസിൻ സർ നമ്മോടൊപ്പം പങ്കുചേരുന്നത്. വിസ്ഡം യൂത്തിൻ്റെ ഭാരവാഹി കൂടിയായ സഫീർ മുഹസിൻ ആ അനുഭവങ്ങൾ നമ്മളോട് പങ്കുവെക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ അധ്യാപന സർവീസിൽ കയറിയിട്ട് ഏകദേശം ഒരു 15 വർഷം ആയിട്ടുണ്ട്. ഗവൺമെൻറ് സർവീസ് കയറിയിട്ട് ഏകദേശം ഒരു 10 വർഷത്തോളം തിരുവനന്തപുരത്തായിരുന്നു ജോലി ചെയ്തിരുന്നത്. അന്നുണ്ടായിരുന്നൊരു അനുഭവമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുന്നത്. നമ്മുടെ ക്ലാസ്സിൽ അധ്യാപകൻ എന്ത് വർക്ക് കൊടുത്താലും ഒരു വിദ്യാർത്ഥി വളരെ സമർത്ഥമായിട്ട് വളരെ നല്ല രൂപത്തിൽ ആ വർക്കുകൾ ചെയ്ത് വരുന്ന ഒരു അവസ്ഥയിൽ നമ്മളൊക്കെ മനസ്സിലാക്കിയിരുന്നത് നല്ല ഒരു എഡ്യൂക്കേഷൻ ആയിട്ടുള്ള ഒരു ഫാമിലിയാണ് ഈ ഒരു വിദ്യാർത്ഥിയുടെ പിന്നിലുള്ളത്, അല്ലെങ്കിൽ ഈ രൂപത്തിലൊന്നും ഈ ക്ലാസ്സിൽ പെർഫോം ചെയ്യില്ല എന്നുള്ള ഒരു തിരിച്ചറിവ്. അങ്ങനെ കുട്ടിയോട് ചോദിച്ചു, എന്താണ് ഇങ്ങനെ, നിനക്ക് ആരാണ് നിന്നെ ഈ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി, എനിക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ മാമനോട് ചോദിക്കും, മാമനാണ് എനിക്ക് പറഞ്ഞു തരാറുള്ളത് എന്ന് ഈ കുട്ടി പറഞ്ഞു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾ അധ്യാപകർ ഹൗസ് വിസിറ്റിങ്ങിന് വേണ്ടി ഇങ്ങനെ പോവുക. അങ്ങനെ ഈ കുട്ടിയുടെ വീട്ടിൽ ചെന്നു. നമ്മളൊരു വലിയ ഒരു എഡ്യൂക്കേഷൻ പാരമ്പര്യമുള്ളൊരു ഫാമിലി ആയിരിക്കുമെന്നുള്ളൊരു ധാരണയോട് കൂടിയാണ് ഈ കുട്ടിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നത്. അവിടെ ചെന്നപ്പോൾ ഉമ്മയും പ്രായമായൊരു വല്യമ്മയും മാത്രമേ ആ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. ആ കുട്ടിയോട് ചെല്ലടാ മോനെ, നിൻ്റെ മാമൻ എവിടെ എന്ന് ചോദിച്ചപ്പോൾ കുട്ടി ചോദിച്ചു, ഏത് മാമൻ? അല്ല, നിനക്ക് സംശയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നീ ചോദിക്കാരോട് മാമെന്ന് പറഞ്ഞില്ലേ, ആ മാമൻ എവിടെ ചോദിച്ചോ. കുട്ടി ഒരു പതുക്കെ കുട്ടിക്ക് ചിരിക്കുണ്ടായി. അപ്പോൾ ഉടൻ തന്നെ അവൻ്റെ മൊബൈൽ എടുത്തു കൊണ്ടുവന്ന് പറഞ്ഞത്, ഞാൻ ഈ മാമനോടാണ് ചോദിക്കാറുള്ളത് എന്ന. ഗൂഗിൾ മാമനോടാണ് ഞാൻ, എനിക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാറുള്ളത് ഗൂഗിൾ മാമനോടാണ് എന്ന് ആ കുട്ടി ഒരു നർമ്മത്തിൽ പറഞ്ഞപ്പോൾ ഒരു അധ്യാപകൻ എന്ന നിലക്ക് ഒരല്പം തരിച്ചു നിന്ന് പോയൊരു വേദിയായിരുന്നു ഇത്. നമുക്കറിയാം, ഇന്ന് മുമ്പ് നമ്മളൊക്കെ അധ്യാപകൻ പഠിച്ചിരുന്ന കാലത്ത് ഒരു അധ്യാപകൻ്റെ അല്ലെങ്കിൽ ഗുരുമുഖത്തുനിന്ന് മാത്രമായിരുന്നു നമ്മളൊക്കെ അറിവ് ആർജിച്ചിരുന്നത്. അധ്യാപകൻ എന്ത് പറയുന്നോ ആ പറയുന്ന കാര്യങ്ങൾ അതുപോലെ വിശ്വസിക്കുകയും അതുപോലെ അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നത്. ആ കാലം മാറി കുട്ടികൾ സ്വയം അവർ പഠിക്കാനും സ്വയം അവർക്ക് വേണ്ടുന്ന അറിവുകൾ ആർജിച്ചെടുക്കുവാനും തുടങ്ങിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. ഈ ഒരു സന്ദർഭം, ഈ ഒരു സംഭവം മുൻനിർത്തി പറയുമ്പോൾ, അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മുമ്പിലിരിക്കുന്ന കുട്ടികൾ
ആ കുട്ടികൾ ആൽഫ ജനറേഷൻ എന്ന് പേരിട്ടാലും സ്മാർട്ട് ജനറേഷൻ എന്ന് പേരിട്ടാലും ഈ കുട്ടികൾ ബഹുദൂരം ഈ സാങ്കേതിക വിദ്യയുമായിട്ട് കൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ്. ആ സമയത്ത് നമ്മൾ സ്വയം അപ്ഡേറ്റ് ആവാൻ തയ്യാറായിട്ടില്ല എങ്കിൽ പുറങ്കാലുകൾ കൊണ്ട് നമ്മുടെ മക്കൾ തട്ടി താഴെ ഇടുമെന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണമെന്നുള്ളതാണ് നമ്മളിതൊന്ന് മനസ്സിലാക്കേണ്ടുന്നത്. മാത്രമല്ല, നമുക്കറിയാം ഇന്ന് നമ്മുടെ മുമ്പിലിരിക്കുന്ന ഇളം തലമുറ ഒരു 2 മിനിറ്റ് നേരമുള്ള ഒരു വീഡിയോ എത്ര മിനിറ്റ് കൊണ്ട് കണ്ടു തീർക്കാം എന്നുള്ള ഒരു ഗവേഷണത്തിലാണ്. നമുക്കറിയാം വാട്സപ്പിൽ ഒരു ശബ്ദ സന്ദേശം നമുക്ക് കേൾക്കുന്ന രീതി നമുക്കറിയാം. *2 എന്ത് ചെയ്യുന്നത് പലപ്പോഴും കുട്ടികൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കാത്ത വളരെ കുറഞ്ഞ സമയം മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുന്ന നമ്മുടെ മുമ്പിലുള്ള വിദ്യാർത്ഥികളുടെ മുമ്പിൽ അവർക്ക് അവരുടെ മനസ്സ് നമ്മുടെ കൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന രൂപത്തിൽ ആധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടു കൂടി നമ്മുടെ അധ്യാപനം മുന്നോട്ട് കൊണ്ടുപോയിട്ടില്ല എങ്കിൽ ഈ മക്കളുടെ ശ്രദ്ധ നമുക്ക് കേന്ദ്രീകരിക്കാൻ പറ്റുകയില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മനോഹരമായ ഒരു അനുഭവത്തിലൂടെയാണ് സഫീർ മുഹ്സിൻ സർ നമ്മോട് സംവദിച്ചത്. ഇനി നമ്മോട് ചേരുന്നത് വിസ്ഡം എഡ്യൂക്കേഷൻ ബോർഡിൻ്റെ പാഠപുസ്തക രചനയ്ക്ക് നേതൃത്വം കൊടുക്കുകയും അതോടൊപ്പം തന്നെ കേരളത്തിലെ സ്കൂൾ തലം മുതൽ കോളേജ് തലം വരെയുള്ള മത്സരാർത്ഥികൾക്ക് അവലംബിക്കാവുന്ന അതിബൃഹത്തായ ഒരു ഗ്രന്ഥത്തിൻ്റെ രചയിതാവുമായ ഡോക്ടർ ഷിയാസാണ്. അദ്ദേഹം പുതിയ സാങ്കേതിക കാലഘട്ടത്തിൽ ഗാഡ്ജറ്റുകൾക്ക് അടിമകളായി തീരുന്ന വിദ്യാർത്ഥികൾക്ക് ചെറിയ കളികളിലൂടെയും ആക്ടിവിറ്റികളിലൂടെയും കുട്ടികളെ പഠനരംഗത്തേക്ക് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതിൻ്റെ വിവിധ രൂപങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്ത ഒരു വ്യക്തിത്വമാണ്. വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഡോക്ടർ ഷിയാസ്. ഇവിടെ സൂചിപ്പിച്ച പോലെ ഇപ്പോൾ സഫീർ സാറ് പറഞ്ഞ പോലെ പുതിയ കാലത്ത് മാറിയ കാലത്ത് കുട്ടികളുടെ കയ്യിൽ മൊബൈൽ ഫോണുകളും അതുപോലെ AI ഉപയോഗങ്ങളൊക്കെ കുട്ടികൾ മനസ്സിലാക്കുകയും അത് ഉപയോഗിക്കുകയും ചെയ്യാണ്. ഇങ്ങനെ ഇത് ഉപയോഗിക്കുമ്പോൾ കുട്ടികൾ പലപ്പോഴും ഇതിൻ്റെ ഒരു അഡിക്റ്റായിട്ട് അതിന് അഡിക്ഷൻ വന്ന ഒരു അവസ്ഥ പലപ്പോഴും കാണാറുണ്ട്. അപ്പോൾ എൻ്റെ ഒരു സ്കൂളിലൊരു അനുഭവം തന്നെ ഒരു കുട്ടിയുടെ കൈ ഇങ്ങനെ വിറക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ആ കുട്ടി സ്റ്റാഫ് റൂമിൽ കൊണ്ടുവന്നപ്പോൾ നിരന്തരം ആ കുട്ടി കരഞ്ഞാണ് വരുന്നത്. മുതിർന്ന കുട്ടിയാണ്. ആ കുട്ടിയെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് മൊബൈൽ ഗെയിം ആ കുട്ടിയുടെ കയ്യിൽ മാറ്റി വെച്ചാൽ അവന് അതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയാത്ത അവസ്ഥ, സ്കൂളിലേക്ക് വരാൻ താല്പര്യമില്ലാത്ത അവസ്ഥ. ഇത്തരമൊരു സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ കുട്ടികളെ ഇതിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്ന് പഠനമേഖല സുന്ദരമായി അവരിലേക്ക് അവതരിപ്പിക്കാൻ വ്യത്യസ്ത ആക്ടിവിറ്റികൾ നിർബന്ധമായും ക്ലാസ് റൂമിൽ ഉണ്ടായിരിക്കണം. ഞാനൊരു ചെറിയൊരു ഉദാഹരണം ഇവിടെ നിന്ന് കാണിക്കാം. ഇതിപ്പോൾ ലാംഗ്വേജുമായി ബന്ധപ്പെട്ട് ക്ലാസ്സിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. ഇപ്പോൾ ചെറിയ കുട്ടികൾക്ക് ഇപ്പോൾ മുഫ്രദ് ജംഅ് ബഹുവചനം ഏകവചനവും പഠിപ്പിക്കുന്ന ഒരു ആക്ടിവിറ്റി. ഈ സന്ദർഭത്തിൽ ഇപ്പോൾ കുട്ടികൾക്ക് അനുഭവങ്ങളാണ് താല്പര്യം. അപ്പോൾ ഇവിടെ ഈ പോക്കറ്റിൽ ഇതെല്ലാം അതിൻ്റെ ഏകവചനം ബഹുവചന രൂപങ്ങളുണ്ട്. ഇത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത ശേഷം ഒരു കുട്ടിനെ വിളിച്ചിട്ട് ഇതിൽ നിന്ന് ഒന്ന് എടുക്കാൻ പറയുന്നു. അപ്പോൾ ഒന്ന് എടുക്കുമ്പോൾ ഷജറ എന്നുള്ള ഈ ഏകവചന രൂപം ആ കുട്ടീനോട് ഇവിടെ 2 പോക്കറ്റ് ഉണ്ട്, ഏത് പോക്കറ്റാണോ അത് ഇടേണ്ടത്. ഇവിടെ ചിത്രമുണ്ട് ഏകവചനത്തിനും ബഹുവചനത്തിനുമുള്ള. അപ്പോൾ കുട്ടിക്ക് ഈ ചിത്രത്തിൽ മനസ്സിലാകും ഷജറത്ത് എന്നുള്ളത് അത് സിംഗുലർ ആണെന്ന് മനസ്സിലാവുകയും കുട്ടി അതിലേക്ക് നിക്ഷേപിക്കുകയും ചെയ്യും. അടുത്ത കുട്ടിനോട് അടുത്ത് ചെയ്യാൻ പറയുന്നു. ഈ രൂപത്തിൽ പലതരം ആക്ടിവിറ്റികൾ നമുക്ക് ക്ലാസ് റൂമിൽ നിർവഹിക്കാൻ സാധിക്കും. ഇതിലൂടെ കുട്ടികൾ വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് ക്ലാസ് റൂമിൽ വരുമ്പോൾ വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് കുട്ടികൾ ഇത് ചെയ്യും. മാത്രമല്ല കുട്ടികളുടെ ഇത്തരം അഡിക്ഷനുകളിൽ നിന്ന് മാറ്റി കൊണ്ടുവരാനും നമുക്ക് സാധിക്കും. വീടുകളിലും വിദ്യാലയങ്ങളിലും ക്ലാസ് റൂമിലൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു സംഗതിയാണ് മാത്രമാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുന്നത്. ജസാക്കല്ലാഹ് ഖൈറൻ. നല്ലൊരു ഐഡിയ ആണ് നമ്മുടെ മുന്നിൽ തന്നത്. രക്ഷിതാക്കളും അധ്യാപകരും ഒരുപോലെ ഈ കാലത്ത് പരാതിപ്പെടുന്ന ഒരു കാര്യമാണ് ഫുൾ ടൈം കുട്ടികൾ മൊബൈലിലാണ്, ഗാഡ്ജറ്റിലാണ്. എന്താണ് ഞങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അവിടെയാണ് ക്രിയാത്മകമായ ഇതുപോലെയുള്ള പരിഹാരങ്ങളുമായി
ബഹുമാനായ ഡോക്ടർ ഷിയാസ് സലാഹി ഒരു അധ്യാപകൻ കൂടിയാണ്. വിദ്യാഭ്യാസ ബോർഡിൻ്റെ വിസ്ഡം എഡ്യൂക്കേഷണൽ ബോർഡിൻ്റെ പാഠപുസ്തക രചയിതാവിൽ ഒരാളാണ്. അള്ളാഹു അദ്ദേഹത്തിന് ആ മേഖലയിൽ കൂടുതൽ പ്രവർത്തിക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അടുത്തതായി നമ്മൾ വരുന്നത്, നമുക്കറിയാം പണക്കാരുടെയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരുടെയും നല്ല കുടുംബത്തിൽ നിന്ന് വരുന്ന മക്കളെയൊക്കെ പരിഗണിക്കാനും ശ്രദ്ധിക്കാനും അവരുടെ കാര്യം നോക്കാനും അധ്യാപകരും അതുപോലെ എല്ലാവരും മുന്നിലുണ്ടാവും. അവർ ഉയർന്ന മാർക്കുകൾ വാങ്ങുന്നതും ഗ്രേഡുകൾ നേടുന്നതും പലപ്പോഴും അധ്യാപകരായ നമ്മുടെ ക്രെഡിറ്റുകൾ കൊണ്ട് മാത്രമല്ല, അത് അവരുടെ കഠിനാധ്വാനത്തിൻ്റെ റിസൾട്ട് കൂടിയാണ്. ആരും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പോലും പലപ്പോഴും ഉയർന്ന മാർക്കുകൾ വാങ്ങാൻ അവർക്ക് സാധിച്ചേക്കാം. നമ്മുടെ സിസ്റ്റവും ഡിപ്പാർട്ട്മെൻറ്റുകളും ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനെക്കുറിച്ചും പഠന പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെക്കുറിച്ചും ലേണിംഗ് ഡിസേബിലിറ്റി ഉള്ള കുട്ടികളെക്കുറിച്ചും അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരായ ആളുകളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നത് ഈ അടുത്ത കാലത്താണ്. പക്ഷേ സിസ്റ്റങ്ങൾ വരുന്നതിന് മുമ്പും ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പും ആ മേഖലയിലെ മാതൃകാപരമായൊരു പ്രവർത്തനവുമായി നമ്മോടൊപ്പം പങ്കുചേരുന്നത് ബഹുമാന്യനായ ഷബീർ മാസ്റ്റർ കൂത്തുപറമ്പാണ്. അദ്ദേഹം വിസ്ഡം യൂത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയാണ്. ആ അനുഭവത്തിലേക്ക് വേഗം നമുക്ക് പ്രവേശിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇവിടെ ഷമീം സാർ സൂചിപ്പിച്ചതുപോലെ ഭിന്നശേഷി വിദ്യാർത്ഥികളെ, പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ, പിന്തുണ ആവശ്യമുള്ള കുട്ടികളെ ചേർത്ത് പിടിക്കുക, അവർക്ക് വേണ്ടുന്ന സപ്പോർട്ട് നൽകുക എന്നുള്ളത് അധ്യാപകരുടെ നിർബന്ധമായൊരു കടമയാണ്. അപ്പോൾ എനിക്ക് ഇവിടെ എൻ്റെ സ്കൂളിലൊരു എക്സ്പീരിയൻസാണ്, നമ്മുടെ വിദ്യാലയത്തിലെ ഒരു എക്സ്പീരിയൻസാണ് ഈ ഒരു സദസ്സിൻ്റെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാനുള്ളത്. ഞാൻ ജോലി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലെ എരഞ്ഞോളി നോർത്ത് LP സ്കൂൾ, തലശ്ശേരിക്കടുത്തുള്ള ഒരു വിദ്യാലയത്തിലാണ്. 2002 ഞാനവിടെ ജോലിയിൽ പ്രവേശിച്ചത്, 22 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ അവിടെ നിലവിൽ അറബിക്ക് തസ്തിക ഇല്ലാതിരുന്ന സ്ഥലത്ത് ഒരു പുതിയ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തായിരുന്നു. പുറമെ നിന്ന് കുറേ കുട്ടികൾ സംഘടിപ്പിച്ചു, അങ്ങനെ ഒരു പോസ്റ്റ് അവിടെ ക്രിയേറ്റ് ചെയ്തതാണ്. ഇപ്പോൾ ഇവിടെയുള്ള അധ്യാപകർക്കറിയാം, ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറബിക്ക് LPയിൽ ഒരു തസ്തിക ഉണ്ടാവണമെങ്കിൽ 1-ാം ക്ലാസ്സിൽ 10 കുട്ടികൾ വേണം. ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളിൻ്റെ പരിസരത്ത് മുസ്ലിം വീട് 2-3 കിലോമീറ്റർ ചുറ്റളവിൽ മുസ്ലിം വീടുകളില്ല. അപ്പോൾ മുസ്ലിം കുട്ടികൾ തന്നെ അറബിക്ക് പോസ്റ്റ് ഉണ്ടാവണമെങ്കിൽ മുസ്ലിം കുട്ടികൾ തന്നെ വേണമെന്നുള്ളൊരു നിയമം അന്നുണ്ടായിരുന്നു. ഇപ്പോഴെല്ലാവർക്കും അറബി പഠിക്കാന്നുള്ള നിയമം വന്നല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് അതിന് പുറത്തുള്ള പരിസരത്ത് ആ ഒരു 2-3 കിലോമീറ്റർ അപ്പുറത്തുള്ള, ഞാൻ ജോലി ചെയ്യുന്നത് ഏകദേശം എൻ്റെ വിദ്യാലയത്തിൽ നിന്നും ഒരു 15 കിലോമീറ്റർ അപ്പുറത്താണ്. അപ്പോൾ എൻ്റെ പരിസരത്തേക്കുള്ള കുട്ടികളെ ഒന്ന് വണ്ടിയിൽ അറേഞ്ച് ചെയ്തിട്ടാണ് ഞാൻ ആ സമയത്ത് പോസ്റ്റിന് വേണ്ടി ശ്രമിച്ചിരുന്നത്. അപ്പം അങ്ങനെ കുട്ടികൾക്ക് വേണ്ടി അന്വേഷിക്കുന്ന സമയത്ത് ഇപ്പം എൻ്റെ ഒരു സുഹൃത്ത് അവൻ പറഞ്ഞു, എൻ്റെ ഒരു അനുജനുണ്ട്, അവനെ കൊണ്ടുപോകാൻ പറ്റുവാണെങ്കിൽ നല്ലതാണ്, അവൻ 5 വയസ്സായിട്ടുണ്ട്, പൂർത്തിയായിട്ടുണ്ട്, സ്കൂളിൽ ചേർക്കേണ്ട പ്രായമായിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെന്ന് അറിയില്ല. ഞാൻ ചോദിച്ചാൽ എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അവന് സാധാരണ ഒരു കുട്ടിയെ പോലെയല്ല, അവന് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത് തുറന്നു പറയാൻ മതി. അപ്പം ഞാൻ കുറച്ചുകൂടി ചോദിച്ചപ്പോൾ പറഞ്ഞു, അവന് വീട്ടിൻ്റെ വാതിൽ തുറന്നാൽ പുറത്തേക്ക് ഇറങ്ങി ഓടും, ഷർട്ട് ധരിക്കൂല, പിന്നെ പ്രത്യേക സൗണ്ട് ഉണ്ടാക്കി. അപ്പം അങ്ങനെയുള്ള കുറേ ഒരു പ്രയാസമുള്ള ഒരു കുട്ടിയാണ്. ഞാൻ ഈ വിഷയം എൻ്റെ അധ്യാപകരുമായി ചർച്ച ചെയ്തു. അപ്പം അങ്ങനെ അവരൊക്കെ എന്ത് ചെയ്തു, നല്ലൊരു പോസിറ്റീവ് മൈൻഡോടുകൂടി ഇത്തരം കുട്ടികൾ നമുക്ക് എന്തായാലും ചേർക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടിയെ സ്കൂൾ ചേർത്തു. അപ്പം അങ്ങനെ ചേർത്ത ശേഷം കുറച്ച് ഒരു 1-2 വർഷം നല്ലൊരു പ്രയാസം ഉണ്ടായിരുന്നു. ഈ കുട്ടിയെ ട്രെയിൻ ചെയ്തെടുക്കുന്നതിൽ നല്ല പ്രയാസം ഉണ്ടായിരുന്നു. എന്നാൽ ടീച്ചേഴ്സിൻ്റെ നല്ലൊരു സപ്പോർട്ടോടുകൂടി നല്ല മാറ്റങ്ങൾ പിന്നീട് ആ കുട്ടിയിലുണ്ടായി. അപ്പം ഇതിൽ ഉള്ളൊരു ഭാഗം എന്നുള്ളത് ശരിക്കും ഇത്തരം കുട്ടികളുണ്ടാകുമ്പോൾ ക്ലാസ് റൂമിലെ മറ്റുള്ള കുട്ടികളുടെ മനോഭാവം ഇതിൽ പ്രധാന ഘടകമാണല്ലോ. അവരും കൂടി ഈ കുട്ടിയെ ഉൾക്കൊള്ളണമല്ലോ. അപ്പോൾ ആ രൂപത്തിൽ ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളും ഈ കുട്ടിയെ ഉൾക്കൊണ്ടു. ഇവന് നമ്മുടെ സ്നേഹവും സപ്പോർട്ടും വേണ്ട കുട്ടികളെന്ന് പറഞ്ഞു. പിന്നെ രക്ഷിതാക്കളുടെ സപ്പോർട്ടും കൂടി ആവശ്യമുണ്ട്. നമ്മൾ ക്ലാസ് PT ഒക്കെ വിളിക്കുമ്പോൾ ഈ കുട്ടിയുടെ കാര്യം പ്രത്യേകം സൂചിപ്പിച്ചു. രക്ഷിതാക്കളുടെ ഒരു സപ്പോർട്ടും പിന്തുണയും, പരാതി പറയാത്ത രൂപത്തിൽ മറ്റുള്ള കുട്ടികളൊക്കെ ശല്യപ്പെടുത്തുന്ന കുട്ടികളാണ് നിലത്തെ കുട്ടികളുണ്ടാവുക, അവരെ പഠനോപകരണം നശിപ്പിക്കും, അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ രക്ഷിതാക്കളും കൂടി ഈ വിഷയത്തെ ബോധ്യപ്പെടുത്തി. അപ്പോൾ അവരെയും കൂടി ഒരു സപ്പോർട്ടോടുകൂടി ഈ കുട്ടിയിലെ അങ്ങനെ ട്രെയിൻ ചെയ്തെടുത്തു. പിന്നീട് പെട്ടെന്ന് സ്പീഡിൽ പറഞ്ഞു പോവാം, പെട്ടെന്ന് അവസാനിപ്പിക്കാം. പിന്നീട് അവിടുന്ന് 4-ാം ക്ലാസ് വരെ പഠനം പൂർത്തിയാക്കി. പിന്നീട് SSLC ബൈ സ്റ്റാൻഡേർഡ് വെച്ച് എഴുതി, പരീക്ഷ പാസ്സായി, +2 പാസ്സായി. പിന്നീട് ഞാൻ
ഒരു 22ാമത്തെ വയസ്സിലാണ് പിന്നീട് ഇവനുമായിട്ട് വീണ്ടും ഞാൻ ബന്ധപ്പെടുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇവൻ്റെ ജ്യേഷ്ഠനോട് സുഹൃത്തിനോട്, ഇപ്പോൾ റിജാസ് എങ്ങനെ എവിടെയും പോകാറുണ്ട്, പുറത്തൊക്കെ പോകാറുണ്ട് വെച്ചപ്പോൾ, ഇല്ല അവന് ഇപ്പോൾ പുറത്തൊന്നും പോകാറില്ല, അവന് വേറെ ജോലിക്കൊന്നും അയക്കാൻ പറ്റില്ല, നിങ്ങൾക്കറിയാലോ മാഷേ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാൻ, അവനെ എൻ്റെ സ്കൂളിൽ തന്നെ കൊണ്ടുവന്നോളൂ, ഞാൻ കൂട്ടി പോവാം, അവിടെ എന്തെങ്കിലും അവന് വർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അവിടുന്ന് വരുന്ന കുട്ടികളെ വണ്ടിയിൽ റിജാസിനെയും കയറ്റി. അപ്പം അങ്ങനെ റിജാസ് ഇപ്പോഴും സ്കൂളിൻ്റെ എല്ലാ അധ്യാപകരെ പോലെ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തി, ഒരു സ്റ്റാഫായിട്ട് ഇപ്പോൾ റിജാസ് നമ്മുടെ വിദ്യാലയത്തിലുണ്ട്. റിജാസ് ഇല്ലെങ്കിൽ, ആ കുട്ടിയില്ലെങ്കിൽ ആ വിദ്യാലയത്തിലെ ഒരു കാര്യം നടത്താൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലേക്ക് മാറി. രാവിലെ ടീച്ചേഴ്സിന് ആവശ്യമുള്ള അറ്റൻഡൻസുകൾ, അതിൻ്റെ രേഖകൾ എത്തിച്ചു കൊടുക്കുക, പിന്നെ ഉച്ചഭക്ഷണത്തിൻ്റെ കണക്കിൽ, പിന്നെ IT ലാബ് കംപ്ലീറ്റ് സെറ്റ് ചെയ്യുന്ന റിജാസാണ്. അപ്പോൾ ആ രൂപത്തിലേക്കൊരു മാറ്റം ആ കുട്ടിയിലുണ്ടായി. പിന്നീട് ഒരുപാട് ഭിന്നശേഷിക്കാരായ ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മുടെ വിദ്യാലയത്തിലേക്ക് വന്നു. അപ്പോൾ ഇത് ഞാൻ സൂചിപ്പിച്ചത്, ഇതൊരു അധ്യാപകൻ, ഒരു ടീം വർക്കിൻ്റെ, ഒരു വിദ്യാലയത്തിലെ മുഴുവൻ അധ്യാപകരും ഈ ഒരു വിഷയം ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നോക്കമുള്ള കുട്ടികളെ, ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അത് അവരോട് ചെയ്യുന്ന കരുണയുടെ ഭാഗമാണ്. പിന്നെ അവരുടെ രക്ഷിതാക്കൾക്ക് നൽകുന്ന വലിയൊരു സന്തോഷമാണത്. അവർക്ക് രക്ഷിതാക്കൾക്ക് ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റാത്ത വിദ്യാർത്ഥികളെ നമ്മുടെ വിദ്യാലയത്തിൽ വന്ന് മറ്റുള്ള വിദ്യാർത്ഥികൾ കൂടെ ഇരുത്തി ആ രൂപത്തിൽ ഒരു മാറ്റങ്ങളിലേക്ക് വരുത്തിച്ച് നമുക്ക് ആ രൂപത്തിൽ അത് ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറായാൽ അധ്യാപക ജീവിതത്തിൽ നമുക്കെപ്പോഴും ഓർമ്മിക്കാൻ പറ്റുന്ന സന്തോഷകരമായ ഒരു അനുഭവമായിട്ടത് മാറും. പിന്നെ അത് പുണ്യവും പ്രതിഫലവും ലഭിക്കുന്ന ഒരു പ്രവർത്തനമായിട്ടാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത്. ഇതാണ് ഇതിനോട് കൂട്ടിച്ചേർത്ത് പങ്കുവെക്കാനുള്ളത്. ഷമീം സ്വലാഹി, പ്രഗത്ഭരായ അധ്യാപകരാണ് എല്ലാവരും. അതെ, സമയം അനുവദിക്കുകയാണെങ്കിൽ എല്ലാവർക്കും അനുഭവങ്ങളുടെ ഒരു വലിയ ഭാണ്ഡം തന്നെ അടിക്കാനുണ്ടായിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല, യാതൊരു സംശയമില്ല. ഏതായിരുന്നാലും ഈ ഒരു പാനൽ ഡിസ്കഷനിൽ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെച്ച് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന് തുടക്കം കുറിച്ച ബഹുമാന്യനായ പ്രൊഫസർ PN അബ്ദുറഹ്മാൻ സാർ, അതുപോലെ തന്നെ ഡോക്ടർ ഫവാസ് സാർ, ഡോക്ടർ ഷിയാസ് സലാഹി, സഫീർ മുഹസിൻ, അതുപോലെ ഷബീർ മാസ്റ്റർ കൂത്തുപറമ്പ്, എല്ലാവർക്കുമുള്ള ഹൃദ്യമായ നന്ദി അറിയിക്കുകയാണ്. ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അള്ളാഹു ഇതുപോലെയുള്ള മഹത്തായ പ്രവർത്തനങ്ങൾ, നിങ്ങൾക്ക് മാത്രമല്ല മുഴുവൻ അധ്യാപകർക്കും ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളിൽ മുന്നേറാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുകയാണ്.